ഫ്രണ്ട്സ്, ഒരു നിമിഷം കണ്ണടച്ച് ഇതൊന്ന് ഇമാജിൻ ചെയ്യൂ. അടുത്ത 21 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് മുഴുവനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? കേൾക്കുമ്പോൾ തന്നെ ഒരു ഫാൻറ്റസി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ബട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് റിയാലിറ്റിയാക്കി മാറ്റാനും സാധിക്കും. അതിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ റീബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന 5 സ്റ്റെപ്സിനെ പറ്റിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വീക്കായിരിക്കാം, നിങ്ങളിൽ തീരെ ഫോക്കസ് ഉണ്ടായിരിക്കില്ല, 100 പ്രാവശ്യം നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കും. ബട്ട് ഫസ്റ്റ്, ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ 100% ഫോക്കസോട് കൂടി കാണാൻ നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യുക. കാരണം ഇതെന്നുള്ളത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല, നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതിനെയൊക്കെ ടോട്ടലായിട്ട് റീസെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ മെത്തേഡാണ്. സോ അടുത്ത 21 ഡേയ്സ് ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അടുത്ത 21 ഡേയ്സ് നിങ്ങളൊരു ബാറ്റിലായിരിക്കും. ഈ ഒരു ബാറ്റിൽ വിജയിക്കാൻ ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്പർ 1, മോർണിംഗ് ഡിസിപ്ലിൻ. നിങ്ങളുടെ മോർണിംഗ് ഹാബിറ്റ്സ് ആണ് ആ ഒരു ദിവസത്തെ മൊത്തം നിർണ്ണയിക്കുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ സ്നൂസ് ബട്ടൺ അമർത്തുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ക്വിറ്റ് ചെയ്യാമെന്നുള്ള ഈ ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ വീക്കായത് കൊണ്ടല്ല തോൽക്കുന്നത്, രാവിലെ തന്നെ നിങ്ങൾക്ക് നൽകിയ പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ 5 മണിയോ 6 മണിയോ നിങ്ങൾക്ക് സെറ്റാവുന്ന ഒരു ടൈം ഫിക്സ് ചെയ്യുക. ആൻഡ് ദിവസവും അതേ സമയത്ത് രാവിലെ എണീക്കുക. നോ നെഗോഷിയേഷൻ. എണീറ്റ ഉടനെ കോൾഡ് ഷവർ എടുക്കുക. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് ബോഡി ഒന്ന് മൂവ് ചെയ്യുക. 10 പേജ് വായിക്കുക. പുതിയതായി എന്തെങ്കിലും പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഡെയിലി ചെയ്യുക. അടുത്ത 21 ഡേയ്സ് നിങ്ങളുടെ മോർണിംഗ്സിനെ കൺട്രോൾ ചെയ്യുക. കാരണം ലൈഫ് ഈസി ആയിട്ടിരിക്കുമ്പോൾ ഡിസിപ്ലിൻ ബിൽഡ് ആകില്ല. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയെന്ന് മൈൻഡ് പറയുമ്പോഴും നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ ഡിസിപ്ലിൻ ബിൽഡ് ആകൂ. ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളിലെ കോൺഫിഡൻസ് ഒരു മോട്ടിവേഷൻ ആയിരിക്കില്ല, അത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറും. നമ്പർ 2, ഡോപാമൈൻ കൺട്രോൾ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എടുക്കുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ ഫോണായിരിക്കും അല്ലേ? ഇതൊരു ഹാബിറ്റ് അല്ല, ഇതൊരു അഡിക്ഷനാണ്. ഓരോ സ്ക്രോളിങ്ങും, ഓരോ നോട്ടിഫിക്കേഷനും, ഓരോ യൂസ്ലെസ് വീഡിയോസും നിങ്ങളുടെ ബ്രെയിനിന് ഫേക്ക് റിവാർഡ്സിന് നൽകും. ഇതുമൂലം നിങ്ങളുടെ ബ്രെയിൻ വീക്കായി കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോലും സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഡോപാമൈൻ സിസ്റ്റം ഇവിടെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഫോൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അടുത്ത 21 ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒന്നിനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറച്ച് ബ്രെയിനിനെ ഹീലാകാൻ അനുവദിക്കുക. ഇതൊരു മോട്ടിവേഷൻ അല്ല, ഇതൊരു വാറാണ്. എപ്പോഴാണോ ഈ ഒരു ഡോപാമിൻ നിങ്ങളുടെ കൺട്രോളിലാകുന്നത് അപ്പോൾ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ കൺട്രോളിലാകും. സോ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല. ഫ്രണ്ട്സ്, ഇനി നിങ്ങളും ഇത്തരത്തിൽ അഡിക്ഷൻസ്, ഓവർ തിങ്കിങ്, ലേസിനെസ് ഇതുകൊണ്ടൊക്കെ ഒരുപാടധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്ത് ലൈഫിലേക്ക് നല്ല മാറ്റം കൊണ്ടുവരണം, നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെന്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 3, നോ ഫാപ്പ് ചാലഞ്ച്. നോ ഫാപ്പ് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് വേസ്റ്റാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരേ വഴി അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു പ്രാക്ടീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർപ്പസ് സെൽഫ് കൺട്രോൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫോൺ, ഡിസ്ട്രാക്ഷൻസ് ഇതിനെയൊക്കെ കുറയ്ക്കാം. ബട്ട് ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലുള്ള അഴുക്കിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു മെൻ്റൽ അഴുക്ക് താനേ പോകില്ല. നിങ്ങളിൽ അർജ് വരുമ്പോഴോ അല്ലെങ്കിൽ ഡേർട്ടി തോട്ട്സ് വരുമ്പോഴൊക്കെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കുക. ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഓരോ പ്രാവശ്യവും നിങ്ങൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ അതിനെ അലോ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ തോറ്റുപോകുന്നു. സോ ജസ്റ്റ് 21 ഡേയ്സ് കോൺ ആൻഡ് ഫാപ്പിംഗ് അവോയ്ഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫോക്കസ് എത്രത്തോളം ഷാർപ്പാകുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം ബിൽഡാകുന്നു, ആൻഡ് നിങ്ങളുടെ വിൽ പവർ എത്രത്തോളം വർദ്ധിക്കുന്നു എന്ന്. നമ്പർ 4, ഡീപ്പ് വർക്ക് സെക്ഷൻസ്. നിങ്ങൾ ബിസിയാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും, ബട്ട് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു ഇല്യൂഷൻ മാത്രമാണോ എന്ന്. നിങ്ങൾ വർക്ക് ചെയ്യാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല.
കാരണം നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് 1000 കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ആയിട്ട് കടക്കുകയായിരിക്കും. ഒരു ടാബിൽ വർക്ക്, ഒന്നിൽ ഇൻസ്റ്റാഗ്രാം, ഒന്നിൽ യൂട്യൂബ്. ഇത് പ്രൊഡക്ടിവിറ്റി അല്ല, ഇത് സെൽഫ് സാബോട്ടേജ് ആണ്. നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ഡിസ്ട്രാക്ട് ആണെങ്കിൽ അപ്പോൾ ഒരു കാര്യവും നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഡീപ്പ് വർക്ക് എന്നാൽ 0 ഡിസ്ട്രാക്ഷൻസിൽ 2-3 മണിക്കൂർ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഫോൺ, നോട്ടിഫിക്കേഷൻ, എക്സ്ക്യൂസസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് എടുക്കുക, എന്ത് വന്നാലും അത് കംപ്ലീറ്റ് ആക്കുമെന്നുള്ള ആ ഒരു വാശിയോട് കൂടി അതിലേക്ക് ഇറങ്ങുക. ഇവിടെ മുതലാണ് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ടാകുന്നത്. കംഫേർട്ട് അല്ല, കംപ്ലീറ്റ് ഫോക്കസിൽ 21 ദിവസത്തേക്ക് ഇത് ഡെയിലി ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തു തീർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 5, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. ഓരോ രാത്രിയും ഒരുപാട് പേര് അവരുടെ തോൽവികളെ, പ്രശ്നങ്ങളെയൊക്കെയാണ് റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് അതെന്നെ അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നു. നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ആയിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതവും. സോ ഇനി മുതൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അന്നേ ദിവസം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത 3 കാര്യങ്ങളെ പറ്റി എഴുതുക. വലിയ കാര്യങ്ങളൊന്നും എഴുതണ്ട, ചെറിയ കാര്യങ്ങൾ മതി. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ടൈമിന് എണീറ്റു, സ്ക്രീൻ ടൈം കുറച്ചു, വർക്ക് കറക്റ്റായി ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി. ശേഷം ആ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ലേൺ ചെയ്തു എന്ന് കൂടി എഴുതുക. എവിടെയാണ് ഫെയിലായത്, എവിടെയാണ് വിജയിച്ചത്, നാളെ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് വെറും ജേർണലിംഗ് മാത്രമല്ല, ഇത് നിങ്ങളുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയോട് കൂടി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പ്രോബ്ലംസിനെ വിട്ട് പ്രോഗ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്യും. റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ വീണ്ടും ആവർത്തിക്കില്ല. സോ അടുത്ത 21 ഡേയ്സിലേക്ക് ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വിക്ടിമിൽ നിന്നും ഒരു വാരിയറെ പോലെ ആയിട്ട് മാറും. കാരണം ഗ്രോത്ത് ഒരിക്കലും ആക്സിഡൻ്റലി സംഭവിക്കില്ല. ട്രാക്ക് ചെയ്ത്, ബിലീവ് ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ബട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ ഏതാനും ദിവസങ്ങൾ വളരെ ബ്രൂട്ടലായിരിക്കും. ഗിവ് അപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ബോഡി റെസിസ്റ്റ് ചെയ്യും. പെയിൻ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും. എന്നാൽ ഇവിടെ മുതലാണ് നിങ്ങളുടെ മാറ്റം ആരംഭിക്കുന്നത്. സോ ഈ ഒരു 21 ഡേയ്സ് ബാറ്റിലിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അപ്പോൾ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.